ലോക്ക്ഡൌൺ മുതൽ ഇങ്ങോട്ട് വളർത്തു മത്സ്യങ്ങളുടെയും വളർത്തുപക്ഷികളുടെയും വിൽപ്പന വയനാട്ടിൽ സജീവം. നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും പാതയോരങ്ങളിലുമെല്ലാം ഇപ്പോൾ വിൽപ്പന സജീവമാണ്. ലോക്ക്ഡൌൺ തുടങ്ങിയതു മുതൽ വീട്ടിൽ കഴിയുന്ന മലയാളികൾക്ക് സമയം പോക്കാനുള്ള മാർഗമായി അലങ്കാര മത്സ്യങ്ങളെയും പക്ഷികളെയും വളർത്തൽ. ജില്ലയിൽ മിക്ക വീടുകളിലും ഇപ്പോൾ അക്വേറിയങ്ങളിലും പടുതാക്കുളങ്ങളിലും മീൻ വളർത്തൽ സജീവമാണ്. അലങ്കാര മത്സ്യങ്ങളെ വിൽപ്പന നടത്താനായി നിരവധി കടകളാണ് ടൗണുകളിലും ഗ്രാമങ്ങളിലുമടക്കം പുതുതായി തുറന്നത്. പാതയോരങ്ങളിലും വാഹനങ്ങളിലും ഓൺലൈനായും കച്ചവടം ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും നാട്ടിലെ പ്രാദേശിക വളർത്ത് കേന്ദ്രങ്ങളിൽ നിന്നുമാണ് മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് എത്തുന്നത്. പല വർണ്ണങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലുമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന മത്സ്യങ്ങൾ വിപണിയിൽ സജീവമാണ്. പടുതാക്കുളം നിർമ്മിച്ച് ഭക്ഷണ ആവശ്യത്തിനായി മത്സ്യങ്ങളെ വളർത്തുന്നവരും വയനാട്ടിൽ നിരവധിയാണ്. വളർത്തു പക്ഷികളുടെ വിൽപ്പനയും വളർത്തു മൃഗങ്ങളുടെ വിൽപ്പനയും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അലങ്കാര പൂച്ചെടി വളർത്തലും പച്ചക്കറി കൃഷിയും സജീവമായ ലോക്ക്ഡൌൺ കാലം പ്രകൃതിയെ അടുത്തറിയാൻ മനുഷ്യർക്ക് അവസരം ലഭിച്ചതിന് ഉദാഹരണമാണ്. പക്ഷികളോടും മത്സ്യങ്ങളോടും സ്നേഹം അധികരിച്ചിരിക്കുകയാണ്. ലോക്ക്ഡൌണിന് ശേഷം ആണ് ഈ അക്വേറിയം മേഖലകളിലേക്ക് കൂടുതൽ ആളുകൾ അടുത്തു തുടങ്ങിയത്. അതിനുശേഷമാണ് നല്ല അത്യാവശ്യ രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. പ്രാവ്, ലവ്, അങ്ങനെ പല ഇനത്തിലുള്ള പക്ഷികളും മത്സ്യങ്ങളും കൊണ്ടുപോയി വളർത്തുന്നുണ്ട്. എല്ലാവരും ഇതൊരു ഹോബിയായിട്ടാണ് എടുത്തത്. നമുക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കച്ചവടമൊക്കെ. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട.